നമസ്കാരം. തദ്ദേശ പോരിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണം അവസാനിച്ചു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. വോട്ടുറപ്പിക്കാൻ അവസാന മണിക്കൂറുകളിലും ഓട്ടപ്പാച്ചിലായിരുന്നു മുന്നണികളുടെ പ്രവർത്തകർ. പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് മുൻപ് വീട് കയറിയും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും വഴിനീള വാഹനത്തിൽ വിളിച്ചു പറഞ്ഞും ബാലറ്റിൽ തങ്ങൾക്ക് തന്നെ വോട്ട് വീഴുമെന്ന് ഉറപ്പിക്കുകയായിരുന്നു മുന്നണികൾ. 75,643 സ്ഥാനാർത്ഥികളുള്ളതിൽ 36,630 പേരാണ് ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നത്. 1.32 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് മറ്റന്നാൾ പോകും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ 9 മണിക്ക് ആരംഭിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ മറ്റന്നാളാണ് വിധിയെഴുത്ത്. കലാശക്കൊട്ട് ദിവസം റോഡ് ഷോകളും ബൈക്ക് റാലികളുമൊക്കെയായി മുന്നണികൾ നഗര ഗ്രാമ വീഥികളിൽ സജീവമായിരുന്നു. 7 ജില്ലകളിൽ കലാശക്കൊട്ട് നടക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലുമായിരുന്നു മുന്നണികൾ. രാഷ്ട്രീയ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലായിരുന്നു പകലന്തിയോളം 7 ജില്ലകളിലെയും പ്രവർത്തകർ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് ഇന്ന് അവസാനിച്ചത്. ജില്ലാ കേന്ദ്രത്തിലും നഗര ഗ്രാമ കേന്ദ്രങ്ങളിലും വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രധാന ജംഗ്ഷനുകളിലുമായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ ആവേശം കൊടുമുടി കയറിയത്. സംഘർഷം ഒഴിവാക്കാൻ പോലീസിനെ വിവിധ സ്ഥലങ്ങളിൽ നിയോഗിച്ചിരുന്നു. ചില സ്ഥലങ്ങളിൽ പാർട്ടി അണികൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും വരെ എത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. റോഡ് ഷോകളും റാലികളുമായി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ടൗണുകളിൽ നിറഞ്ഞു. ജില്ലകളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രമുഖ നേതാക്കൾ കലാശക്കൊട്ടിന് നേതൃത്വം നൽകി. സംഘർഷം ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതിന് പുറമെ കലാശക്കൊട്ട് കേന്ദ്രങ്ങളിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ടായിരുന്നു. റോഡ് ഷോയുമായിട്ടാണ് പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിന്റെ മാതൃക, വോട്ടർമാരെ പരിചയപ്പെടുത്തുക, സ്ലിപ്പ് വിതരണം എന്നിവയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ആവേശം നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടമായിരുന്നു. റോഡ് ഷോകളുമായി മുന്നണികൾ നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ സംഗമിച്ചു. ആലപ്പുഴയിൽ വാർഡ് തലത്തിലാണ് കൊട്ടിക്കലാശം നടന്നത്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന മിനിറ്റുകളിൽ കൊട്ടിക്കലാശം ശക്തി പ്രകടനമാക്കുകയായിരുന്നു മുന്നണികൾ. എറണാകുളം കളമശ്ശേരി നഗരസഭ പരിധിയിൽ കങ്ങരപ്പടിയിൽ മന്ത്രി പി രാജീവ് ആയിരുന്നു LDFന്റെ കലാശക്കൊട്ടിന് നേതൃത്വം നൽകിയത്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനം റോഡ് ഷോ നടത്തിയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ജെയ്സൺ ജോസഫ് വോട്ടർമാരെ കണ്ടത്. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷയും ബൈക്കുകളും അണിനിരത്തിയായിരുന്നു റോഡ് ഷോ. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഡിവിഷനാണ് അതിരമ്പുഴ. പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറ ടൗണിൽ UDF സ്ഥാനാർത്ഥികളുടെ കലാശക്കൊട്ടിൽ UDF കൺവീനർ അടൂർ പ്രകാശ് പങ്കെടുത്തു. ഇടുക്കി വണ്ടിപ്പെരിയാറിലും മറ്റ് ജില്ലകളിലെ ആസ്ഥാനങ്ങളിലും റോഡ് ഷോകളുമായി മുന്നണികൾ കലാശക്കൊട്ട് ആഘോഷമാക്കുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ തൃശൂർ മാജിക് FCയും മലപ്പുറം FCയും തമ്മിൽ ഇന്ന് തൃശൂരിൽ നടക്കേണ്ടിയിരുന്ന സെമിഫൈനൽ മത്സരം മാറ്റിവെച്ചു. പോലീസ് നിർദ്ദേശത്തെ തുടർന്നായിരുന്നു തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം ശബരിമല ഡ്യൂട്ടിയും ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് സേനയെ വിന്യസിക്കാൻ കഴിയില്ലെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാൽ വഴുതി വീണ സ്ഥാനാർത്ഥിക്ക് പരിക്കേറ്റു. കോഴിക്കോട് കോർപ്പറേഷനിലെ 32ാം ഡിവിഷൻ NDA സ്ഥാനാർത്ഥി സുബിജയ്ക്കാണ് പരിക്കേറ്റത്. ഗൃഹസമ്പർക്കത്തിനിടെ കാൽ വഴുതി തലയിടിച്ച് വീഴുകയായിരുന്നു. അബോധാവസ്ഥയിലായ സുബിജയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല.